അവർ മറച്ചു വെച്ചിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഭർത്താവിന്റെ വീടിന് മുന്നിലെ ഒരു ഡോക്ടറുടെ ഒറ്റയാൾ സമരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. തൃശൂർ എടക്കഴിയൂർ സ്വദേശി ഡോക്ടർ ഐഷയാണ് 14 ദിവസമായി ഭർത്തൃ വീടിന് മുന്നിൽ സമരം ഇരിക്കുന്നത്. നേരത്തെ ഈ ഐഷയുടെ വാർത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാത്തത്, അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ നിങ്ങൾക്ക്, നിങ്ങളത് അവഗണിക്കുകയാണോ എന്നൊക്കെ 1-2 പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. പേര് ഞാൻ മറന്നുപോയി. വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്താതെ ഭർത്താവ് 2ാം വിവാഹം കഴിച്ചതിലാണ് ഡോക്ടറുടെ പ്രതിഷേധം. സ്വർണവും പണവും തട്ടിയെടുത്തെന്നും പരാതിയുണ്ട്. എന്നാൽ ഭാര്യ വിവാഹമോചനത്തിന് തയ്യാറായിരുന്നില്ല എന്നാണ് ഡോക്ടർ അലിയുടെ വിശദീകരണം. ഡോക്ടർ ഐഷ മുഹമ്മദ്, നമ്മുടെ ചാവക്കാട് സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ദാമ്പത്യ ജീവിതം തകരാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ, 2 ഭാഗം കേൾക്കല്ലോ. ആ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള അലി എന്ന് പറഞ്ഞ ആളുടെ കുറച്ച് വോയിസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പ്രിയപ്പെട്ടവരെ, പലരും വാട്സപ്പിലും മറ്റൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ചില ന്യൂസും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ ശ്രദ്ധപ്പെട്ടിരുന്നെങ്കിലും 2 ആളുകൾ തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതിൽ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ പബ്ലിക്കിൽ പറയേണ്ടതില്ലല്ലോ എന്നും അതിന് കക്ഷി ചേരേണ്ട ആവശ്യമില്ലെന്നും കരുതിയിട്ടാണ് മാറി നിന്നിരുന്നത്. പക്ഷേ ഇന്ന് ഈ 2 ആളുകൾ തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതൊരു കുടുംബത്തെ മൊത്തത്തിൽ താറടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിശദീകരണം നൽകാൻ നിർബന്ധിതനായത്. ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുകയാണ്. 2 പേര് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ആ വിവാഹത്തെ ഭർത്താവിൻ്റെ പിതാവ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ മൂപ്പരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധം എന്നുള്ള നിലക്കാവണം ആ കല്യാണത്തെ അദ്ദേഹം ബഹിഷ്കരിക്കുന്നത്. എന്ന് മാത്രമല്ല, കല്യാണശേഷം അവരെ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും കയറ്റാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ ആ കല്യാണത്തിൻ്റെ ശേഷം തൻ്റെ മകനോടോ മകൻ്റെ ഭാര്യയോടോ അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലെന്നർത്ഥം. ഇവരാകട്ടെ ഉപ്പാൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് അവരുടേതായ ലോകത്ത് ഒരുമിച്ച് അങ്ങനെ ഒരുപാട് കാലം ജീവിക്കണം. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷം സ്വാഭാവികമായും ഇന്ന് നമ്മൾ പലയിടത്തും കാണുന്ന പോലെ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിലും ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ അവർ ലീഗലി ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും കുറേ കാലം പിരിഞ്ഞാണ് ജീവിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 6 വർഷത്തോളം അവർ സെപ്പറേറ്റഡാണ് ജീവിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റൊക്കെ ആയിട്ട് ഈ വിഷയം ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ ഒരു വഴിക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാത്തതുകൊണ്ടോ മറ്റോ ഏതായാലും അദ്ദേഹത്തിനോട് ചോദിക്കണം, അദ്ദേഹത്തിന് താല്പര്യമാണല്ലോ തൻ്റെ മതത്തിലും രാജ്യത്തിൻ്റെ നിയമത്തിനും അനുസൃതമായ രീതിയിൽ മറ്റൊരു വിവാഹം ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഈ വിവാഹം മതത്തിൻ്റെ പരിധിയിലും രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് പ്രായപൂർത്തിയായ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാകേണ്ടേ? ഞാൻ സാന്ദർഭികമായിട്ട് ചോദിച്ചെന്ന് മാത്രം. ഏതായാലും ഈ വിവാഹം കഴിഞ്ഞ് അധികമായില്ല. ആദ്യ ഭാര്യ ഒരുപക്ഷെ ഈ വിവാഹം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, അല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് മറ്റോ കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് ഭർത്താവിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വന്ന് അവരുടെ ഭാഷ തന്നെ പറഞ്ഞാൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങണം. ഏത് വീട്ടിലാണെന്ന് ഓർക്കണേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ താമസിച്ചിട്ടില്ലാത്ത ഭർത്താവിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വന്നിട്ട് ആണ് ഈ സമരം നടത്തുന്നത്. ഇത് ഒരു ദിവസമല്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇവർ ഒറ്റക്കൊല്ലം വരുന്നത് കുറച്ച് ആളുകളൊക്കെ കൂടി. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ചാവക്കാട് സ്വദേശിനിയായിട്ടുള്ള ഐഷ മുഹമ്മദ് ഒരു 10-13 വർഷത്തോളമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവരകന്ന് ജീവിക്കുകയായിരുന്നു. 6 വർഷമോ 7 വർഷത്തോളമായിട്ട് എന്തോ അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റു സോഷ്യൽ മീഡിയ ന്യൂസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അകന്ന് ജീവിച്ച അവർ 5-6 വർഷത്തോളം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് ജീവിച്ചു. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കോൺടാക്റ്റുകളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേറെ ജീവിതത്തിലേക്ക് കടക്കും. പക്ഷേ ഇവിടെ ഡോക്ടർ ആയിഷ വേറെ ജീവിതത്തിലേക്ക് കടക്കാതെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. കുട്ടിക്ക് നഷ്ടപരിഹാരം കിട്ടണം, ഭർത്താവിൽ നിന്ന് പിന്നെ അവരുടെ 15 ലക്ഷം രൂപകളും അപഹരിച്ചിട്ടുണ്ട്, അതുപോലെ 100 പവനോളം കല്യാണ സമയത്ത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ വാദിക്കുന്നതും സത്യാഗ്രഹം ഇരിക്കുന്നതും വീടിൻ്റെ മുമ്പിൽ പോയിട്ട്. ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരത് പ്രേമവിവാഹമായിരുന്നു. കുറച്ച് കാലങ്ങളോളം ഇവർ പ്രേമിച്ച് നടന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. 2 വീട്ടുകാരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഈ കല്യാണത്തിന്. ഭർത്താവിൻ്റെ വീട്ടുകാർ എതിർപ്പായിരുന്നു, അവളുടെ വീട്ടുകാരും എതിർപ്പായിരുന്നു. പക്ഷേ ആ എതിർപ്പുകളെല്ലാം അവഗണിച്ച് ഇവർ 2 പേരും ജീവിതത്തിലേക്ക് കടന്നു വന്നു. കുറച്ച് കാലങ്ങളോളം ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു. അതിൽ അവർക്കൊരു സന്താനം ഉണ്ടായി, ഒരു പെൺകുട്ടി ജനിച്ചു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഓക്കെ, അകന്ന് താമസിക്കാൻ തീരുമാനിക്കുന്നു. ലിവിങ് ടുഗദർ ആയിട്ട് പോലും കുറച്ച് കാലം ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ജീവിതത്തിലേക്ക് കടന്ന് എന്നുള്ള ന്യൂസും വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, അറിഞ്ഞ കാര്യം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ ചുരുക്കം പറയുകയാണെന്ന് വെച്ചാൽ ഇവർ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു. ഈ സ്ത്രീ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭാര്യയുമായിട്ട് യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ലാതാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു ജീവിതത്തിലേക്ക് കടന്നു. കോഴിക്കോട് ഏതൊരു ജുമാ മസ്ജിദ് അവരുടെ നിക്കാഹ് നടത്തി കൊടുത്തു എന്നാണ്. ഇവരിപ്പോൾ പറയുന്ന ആർഗ്യുമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻഭാര്യയുടെ സമ്മതമില്ലാതെ എങ്ങനെ 2ാം വിവാഹം കഴിക്കുമെന്നുള്ളതാണ്. സത്യമായി സ്വാഭാവികമായിട്ടും ആ ചോദിക്കുന്ന ചോദ്യത്തിൽ ന്യായമുണ്ട്. ഒരു മഹലും ചെയ്തു കൊടുക്കാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. നിലവിൽ കോടതിയിൽ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഭാര്യയുടെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്, അത് സമ്മതിക്കുന്നുണ്ട്.
പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഒത്തിരി വിവാഹങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് അത് കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ മറച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ദാമ്പത്യ ജീവിതം പല ആളുകളുടെയും തകർന്നു പോയിട്ടുണ്ട്. അത് ചിലപ്പം ഒരു ഭർത്താവ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഭാര്യ ആയിരിക്കില്ല, ഭാര്യ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഭർത്താവായിരിക്കില്ല. എത്രയോ ദാമ്പത്യ ജീവിതങ്ങൾ അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. സ്വാഭാവികമാണ് ആ കാര്യങ്ങൾ. അവിടെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും അവിടെ സസ്പെൻഡായിട്ട് കിടക്കുന്നതാണ്, നമുക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ രണ്ടുപേരുടെയും ഭാഗം എന്നുള്ള രീതിയിൽ കേട്ട സ്ഥിതിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു ഭാഗം മാത്രം കേട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വോയിസുകൾ വന്നിട്ടുണ്ട്. പല യൂട്യൂബേഴ്സും ഇട്ടിട്ട് അലക്കുന്നുണ്ട് കണ്ടന്റായിട്ട്, കാര്യങ്ങളായിട്ട്. ഓക്കെ, കുഴപ്പമില്ല. സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് യൂട്യൂബേഴ്സ് അത് വീഡിയോ ആക്കി ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളതും സത്യാവസ്ഥ എന്താണെന്നുള്ളതും നമ്മൾ പഠിക്കാതെ വീഡിയോ ചെയ്യരുതെന്ന് മാത്രം. ഇപ്പോൾ ഏകദേശം 2 ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അദ്ദേഹം പറയുന്നത് 5 വർഷത്തോളമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല ഭാര്യയുമായി. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യണം? ഞാൻ വേറെ കല്യാണം കഴിച്ചു. എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കാവുന്ന പോലെ എനിക്കൊന്ന് ഉത്തരം തന്ന് സഹായിക്കൂ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് നിക്കാഹുകൾ നടക്കുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ എടക്കാളയൂർ എന്നുള്ള ഒരു മഹലിലാണ്. ഇവിടെയുള്ള പ്രാക്ടീസ് ഞാൻ പറയാം. വരൻ്റെയും വധുവിൻ്റെയും എവിടെയാണോ നിക്കാഹ് നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ മഹലിൽ നിന്നും ഒരു ലെറ്റർ വേണം. അതായത് ഏത് തരം വിവാഹമാണ്, ഇദ്ദേഹത്തിന് മുന്നേ ഭാര്യയുണ്ടോ, വല്ല ബാധ്യതകളുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ 2ാം വിവാഹത്തിന് ഇങ്ങനെ ഒരു ലെറ്റർ എൻ്റെ മഹലിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ മഹൽ നിവാസികളാണ് കേട്ടോ, ഒരേ നാട്ടുകാരാണ്. ഇദ്ദേഹത്തിൻ്റെ വിവാഹം കോഴിക്കോട് ജില്ലയിൽ പൂവാറ്റുപറമ്പ എന്നുള്ള ഒരു നാട്ടിൽ മാണിയമ്പലം ജുമാ മസ്ജിദാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞാനവിടെ പോയിരുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടിരുന്നു. അവർക്ക് ഈ ലെറ്ററിൻ്റെ ആവശ്യമില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇവിടെ നിന്ന് ലെറ്റർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതും അവിടെ അവർക്ക് ആ ലെറ്റർ വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെ ഞാൻ പ്രൂഫുണ്ട് എൻ്റെ കയ്യിൽ. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ നാട്ടിൽ നിക്കാഹുകൾ നടക്കുന്നത്? പിന്നെ മഹലിന് ലെറ്റർ കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ വെളിയങ്കോട് ഭാഗം, ചാവക്കാട് ഭാഗം, പൊന്നാനി ഭാഗം, അതുപോലെ കോഴിക്കോട് ഇപ്പോൾ ഞാൻ അധികം കേൾക്കുന്നത് അവിടെ ഇതേപോലെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നത്. പക്ഷേ അതിനെന്തായാലും അതിൻ്റെ ആളുകൾ, അധികാരികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക തന്നെ വേണം. കാരണം അല്ലെങ്കിൽ പിന്നെ മഹലിൻ്റെ ആവശ്യമില്ലല്ലോ. മഹലിന് പല അധികാരങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ ആയിഷ മുഹമ്മദ് പറഞ്ഞത് സത്യമാണ്. എന്തോ ഭർത്താവ് അവരുമായി അകന്ന് ജീവിക്കുന്നതിൻ്റെ സമയത്ത് ഇവർ വേറെ കല്യാണം കഴിച്ചതിനോട് ഈ സ്ത്രീക്ക് നന്നായിട്ട് എതിർപ്പുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഗൾഫിൽ നിന്നും വിദേശ രാജ്യത്തു നിന്നും ഇങ്ങോട്ട് വന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കണം, അങ്ങനെ അദ്ദേഹം സുഖസുന്ദരമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെയാണ് ഭർത്താവായിട്ടുള്ള അലി എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് കൂടെ ഇതിലുണ്ട്. എന്നിരുന്നാലും കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ അത് കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്നേ ഇപ്പോൾ പറയാനുള്ളൂ. പിന്നെ നിരാഹാര സമരമോ ഇല്ലെങ്കിൽ പ്രതിഷേധ സമരമൊന്നും ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നടത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ആയിഷ മുഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടറെയും ഇവരുടെ ഹസ്ബൻഡിനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. യാതൊരു ബന്ധമോ കോൺടാക്റ്റോ ടച്ചോ ഇല്ല. വീഡിയോ പ്രൂഫ് എടുക്കാൻ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ ഭാര്യ തുടങ്ങില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാടെ കുടുംബത്തിൽ ഞങ്ങൾ നാട്ടിൽ ഇല്ല. ഈ എന്റെ കുടുംബത്തിൽ അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ല, എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ ഉരുമ്പട്ടവളല്ലേ? ആയിക്കോട്ടെ, കോടതിയിൽ നടക്കണ്ടോ? നോക്ക്, നിയമത്തിൽ വെച്ച് പോട്ടെ. നിയമം എന്താ കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല. വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലകാലത്ത് 10 വർഷം 12 കാലത്ത് താമസിക്കുന്ന ആൾ ഈ നാട്ടിൽ അറിയാം. ലവ് മാരേജ് ആണ്. ഒരു മാന്യമായി അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോൾ അതിൽ കെട്ടി പറഞ്ഞു പോയിട്ട് കല്യാണം നടത്താണ്. ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടുണ്ട്. ആദ്യം തന്നെ തലാരി വെറുപ്പിച്ചാണ് കല്യാണം നടന്നു. അപ്പൊ സംസാരിക്കാൻ സംഭവിച്ചു. അവിടെ നമ്മൾ തമ്മിൽ അടുപ്പുള്ള നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി നമുക്ക് കുടുംബത്തിലേക്ക് വരില്ല. സൗകര്യം ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ട് ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ആണല്ലേ? എന്നിട്ടാണല്ലേ നിങ്ങൾ എന്നെ ഒരുമ്പെട്ട് വിടുന്നു? ആദ്യത്തെ ദിവസം
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ വീടിൻ്റെ മുമ്പ് പോയിട്ട് സത്യാഗ്രഹം നടത്തിയിട്ട് ആ വീട്ടുകാരെ അപമാനിക്കുക അല്ലെങ്കിൽ അവരെ ആളുകളുടെ മുമ്പിൽ തളർത്തുക എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും അത്ര ഉചിതമായ കാര്യങ്ങളല്ല. നിങ്ങൾ ആ കല്യാണം കഴിച്ചത് ആ വീട്ടിൽ കയറ്റാത്തിടത്തോളം കാലം പിന്നെ നിങ്ങളിപ്പോൾ അതിന് പരിശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കോടതിയുടെ ഉത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോടതിയൊക്കെ പല കാര്യത്തിലും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, എന്നിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാറൊക്കെ ഉണ്ട്. അതിലൊന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നതിൽ ന്യായമായ കാര്യങ്ങളുണ്ടോയെന്ന്. ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സപ്പോർട്ട് തന്നെ നിൽക്കുള്ളൂ. കാരണം നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ സമ്മതമല്ല നിങ്ങളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച തെറ്റ് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കും. ഞാനൊരു 7 ദിവസമായിട്ട് വളരെ ശാന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു സമരമാണ്. ഇന്ന് രാവിലെ മുതൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗേറ്റ് കൂട്ടി എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുതൽ ഞാൻ ആ കസ്റ്റഡിയിലാണ്, പുറത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ബാനറൊക്കെ ഇട്ടിട്ട് സമരം ഒന്നും കൂടെ കടിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നീതി കിട്ടേണ്ട കാര്യമാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണം, അതല്ലാതെ ആരും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തരുമ്പോൾ പിന്നോട്ടേക്കില്ല, ഇത് ഞാൻ മുന്നോട്ടേക്ക് തന്നെയാണ്. പക്ഷെ ആ വീട്ടുകാരെ അപമാനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അവിടെ പോയിട്ട് നിൽക്കുന്നതിനോടൊന്നും വലിയ യോജിപ്പൊന്നും നമുക്കില്ല. നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തിരുന്നാലും ഈ മഹല്ല് കമ്മിറ്റികൾ ഇതുപോലെ എടുക്കുന്ന തീരുമാനത്തിനോട് ഞാൻ ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മറ്റൊരാളുടെ ജീവിതം തകർത്തുകൊണ്ട് വേറൊരു പുതുജീവിതം വേറൊരു സ്ത്രീക്ക് കൊടുക്കുക ഒക്കെ നല്ല കാര്യം ഒരു വസ്തുണ്ടെങ്കിലും ഇപ്പുറത്ത് വളരെയേറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. കാരണം ഇതിലൊരു പെൺകുട്ടിയുണ്ട്, അവർക്ക് ചെലവിന് കിട്ടണം, നഷ്ടപരിഹാരം കിട്ടണം. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് 15 ലക്ഷം രൂപ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്, അത് തിരിച്ചു കൊടുക്കണം. അവരുടെ 100 പവനോളം നിങ്ങൾ അതും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അത് തിരിച്ചു കൊടുക്കണം. മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ജീവിതത്തിലേക്ക് കടക്കി പോകുക, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇവർക്കും വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം, സ്വാഭാവികം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ഇതിൽ പറഞ്ഞതാണ്. 2 ഭാഗം കേൾക്കാതെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതോ പറയുന്നതോ ശരിയല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇവിടെ രേഖപ്പെടുത്തുക. കൂടാതെ ആ ഹൈപ്പ് ഓപ്ഷൻ ഒന്നുണ്ട്, അതൊന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.